ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഖതീബായി സേവനം ചെയ്തുകൊണ്ടിരുന്ന ജലീൽ ദാരിമി ഉസ്താദാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയത്. അതിന് പിന്നാലെ അബൂബക്കർ ബാഫക്കി തങ്ങൾ മരണപ്പെട്ടു പോയ വാർത്ത കേൾക്കാനിടയായി. ഇങ്ങനെ ഒരുപാട് ഉലമാക്കളാണ് ഇന്ന് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജലീൽ ദാരിമി ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ നാട്ടിലെ പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല സൗമ്യ മനസ്സുള്ള ആളായിരുന്നു. എല്ലാവരോടും ചിരിച്ചും കളിച്ചു കൊണ്ടിരുന്ന ഒരു ഉസ്താദായിരുന്നു ആ ഒരു ഉസ്താദ്. വലിയൊരു പ്രായമൊന്നും അല്ലട്ടാ, ചെറിയ പ്രായമുള്ള ആ ഒരു ഉസ്താദ് വിവാഹം കഴിച്ച് 1 വയസ്സുള്ള ഒരു പൊന്നുമകളാണുള്ളത്. അങ്ങനെ വീടിൻ്റെ പണിയാണെങ്കിലോ പകുതിയിലാണുള്ളത്. ഇങ്ങനെ ഓരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അള്ളാഹുവിൻ്റെ വിളിക്ക് ജലീൽ ദാരിമി ഉസ്താദ് ഉത്തരം നൽകുന്നത്. അതേപോലെ ബാഫക്കി തങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയി. ഇങ്ങനെ ഒരുപാട് ഉലമാക്കളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഉലമാക്കളുടെ മരണം എന്നുള്ളത് ലോകത്തിൻ്റെ മരണമെന്നാണ് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിൽ ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ, നമ്മുടെ ഉലമാക്കളുടെ മരണമൊക്കെ കാണുമ്പോൾ നമ്മുടെ ലോകം അവസാനമായിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഉലമാക്കളുടെ മരണം എന്നുള്ളത് ലോകത്തിൻ്റെ മരണമെന്നാണ്. ജലീൽ ദാരിമി ഉസ്താദിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഉസ്താദിൻ്റെ കയ്യിലൊരു പൊന്നുമകളുണ്ട്, 1 വയസ്സുള്ള. ആ പൊന്നുമകളെ കാണുമ്പോൾ വളരെ വിഷമം തോന്നി. ഒരേ വയസ്സ് പ്രായമുള്ള പൊന്നുമകളാണ്. പക്ഷേ ഇന്ന് ആ വാപ്പ ഖബറിലാണുള്ളത്. അള്ളാഹു കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാപ്പക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴാണ് മരണം വരുന്നതെന്ന് എനിക്കും നിങ്ങൾക്ക് ഒരാൾക്കും പറയാൻ പറ്റൂല. ഒരു കവി പറയുന്നത് കാണാം, ഫകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. കവി പറഞ്ഞു തരുന്നത്, എത്രയോ നല്ല ഇസ്സത്തുള്ള നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, മറിച്ച് രോഗത്തിൽ കിടക്കുന്ന എത്ര ആൾക്കാരുടെ ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മരണം എന്നുള്ളത് രോഗം വന്നതുകൊണ്ട് മാത്രം മരിക്കണമെന്നില്ല. എപ്പോഴാണ് നിൻ്റെ കണ്ണിൻ്റെ മുമ്പിലേക്ക് അസ്രായിൽ വരുന്നതെന്ന് ഒരാൾക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. നല്ല ആഫിയത്തുള്ള മനുഷ്യനും പോലും പെട്ടെന്ന് വീണ്ടും മരണപ്പെടുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നാം ചിന്തിക്കേണ്ടതുണ്ട്, എത്ര മരണങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു മരണപ്പെട്ടു പോയ ജലീൽ ദാരിമി ഉസ്താദിനിക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു സോഷ്യൽ മീഡിയയിൽ ആ കുഞ്ഞിൻ്റെ ഫോട്ടോയും അതേപോലെ ഉസ്താദിൻ്റെ വീടിൻ്റെ ആ ഒരു പകുതിയായിട്ടുള്ള ഫോട്ടോ കാണുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ്. കാരണം വലിയൊരു സ്വപ്നമാണ് ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കുക എന്നുള്ളത്. ഒരു വീട് സ്വന്തമായിട്ടിരിക്കുകയും അതിൽ താമസിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ വലിയൊരു ലക്ഷ്യവും കൂടിയാണ്. പക്ഷേ എന്ത് പറയാനാ, അള്ളാഹുവിൻ്റെ വിധി പ്രകാരം വീടിൻ്റെ പണി പകുതിയാകുന്നതിൻ്റെ ഇടയിലാണ് ജലീൽ ദാരിമി ഉസ്താദ് മരണപ്പെട്ടു പോയത്. ഏതായാലും നിങ്ങൾ ഓരോരുത്തരും ജലീൽ ദാരിമി ഉസ്താദിനിക്കും അതേപോലെ അബൂബക്കർ ബാഫക്കി തങ്ങൾ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് അവരുടെ ഖബറുടെ അള്ളാഹു വിശാലമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ദറജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ജലീൽ ദാരിമി ഉസ്താദാവട്ടെ ബാഫക്കി തങ്ങളാവട്ടെ, അവർ ജീവിതത്തിൽ കൂടുതൽ സമയം ചെലവഴിച്ചത് ഇൽമിന് വേണ്ടിയാണ്. ഇന്നും പലരും അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജലീൽ ദാരിമി ഉസ്താദിനെ കുറിച്ച് ഞാൻ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഉസ്താദ് ഏതൊക്കെ മഹല്ലിൽ പോയി ജോലി ചെയ്തിട്ടുണ്ടോ, അവിടുത്തെ മദ്രസകളിൽ എത്രയൊക്കെ കുട്ടികൾക്ക് ഇൽമു പഠിപ്പിച്ചിട്ടുണ്ടോ, ആ ഒരു കുട്ടികൾ ഇന്ന് ഓതുന്ന ഹർഫിൻ്റെ ഓരോ പ്രതിഫലങ്ങൾ ഇന്ന് ആ ഉസ്താദിൻ്റെ ഖബറിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒരു ഉലമാക്കളുടെ പവർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്തു വെച്ചുകൊണ്ട് മരിക്കാനുള്ള പരിശ്രമമാണ് നാം നടത്തേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ മരണത്തിന് വേണ്ടി നാം തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.